ചലച്ചിത്ര സംവിധാനത്തിൽ ഒരു ഹൈറാർക്കി ഉണ്ട്. അതിങ്ങനെയാണ്: സംവിധായകൻ, അയാളാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഒന്നോ രണ്ടോ സഹസംവിധായകരുണ്ടാവും. ഇവർക്ക് അസിസ്റ്റൻസ് ഉണ്ടാവും. ഇവരാണ് സംവിധാന സഹായികൾ. സംവിധായകൻ സഹസംവിധായകന് തനിക്ക് വേണ്ട ഒരു സിനിമ ചെയ്യുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ സിനിമയുടെ സ്വഭാവം എന്താണ്, ലൊക്കേഷൻസ് എങ്ങനെയാണ് വേണ്ടത്, ലൊക്കേഷനിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു സീൻ എടുക്കുമ്പോൾ ആവശ്യമുള്ള പ്രോപ്പർട്ടീസ്, അതിന് വേണ്ട ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ സഹസംവിധായകന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. സഹസംവിധായകൻ പിന്നീട് ഈ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് സഹസംവിധായകനെ സഹായിക്കുന്നവരാണ് സംവിധാന സഹായികൾ. ഇപ്പോൾ ഒരു സംവിധായകന് ചിലപ്പോൾ 2 സഹസംവിധായകരുണ്ടാവും. സഹസംവിധായകർക്ക് 3 or 4 സംവിധാന സഹായികളുണ്ടാവും. ഈ സംവിധാന സഹായികളുടെ ജോലിയാണ് കോസ്റ്റ്യൂം, വസ്ത്രത്തിൻ്റെ ഒക്കെ നൈരന്തര്യം, കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി, പ്രോപ്പർട്ടീസിൻ്റെ കണ്ടിന്യൂറ്റി നോക്കൽ, ആക്ഷൻ കണ്ടിന്യൂറ്റി നോക്കൽ. സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് വല്ലവർക്കും പ്രോംപ്റ്റിംഗ് ആവശ്യം വന്നാൽ പ്രോംപ്റ്റിംഗ് നടത്തൽ, ഈ ടോട്ടൽ സിനിമ ചാർട്ട് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, അതെല്ലാം സഹസംവിധായകരുടെ ജോലിയാണ്. അത്തരം ജോലികളിൽ സംവിധാന സഹായികൾ അവരെ സഹായിക്കും. ഏറ്റവും അവസാനത്തെ സഹായി ആയിരിക്കാം ചിലപ്പോൾ ക്ലാപ്പ് അടിക്കുന്നത്. അസോസിയേറ്റ് ഡയറക്ടർ അയാളുടെ ഒരു ആദ്യം ജോലി തുടങ്ങുമ്പോൾ ഡയറക്ടറുടെ നിർദ്ദേശാനുസരണം തിരക്കഥ വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിനൊരു 1 ലൈൻ ഉണ്ടാക്കും. 1 ലൈൻ എന്ന് പറയുന്നത് സിനിമയുടെ സീൻ ഓർഡറിൻ്റെ ഒരു വളരെ ചുരുക്ക രൂപമാണ്. ഏതൊക്കെ ആർട്ടിസ്റ്റുകളാണ് ഒരു സീനിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ ആർട്ടിസ്റ്റിനോട് വളരെ വ്യക്തമായിട്ടുള്ള ഡേറ്റ് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഏത് ദിവസം തൊട്ട്, ഇപ്പോൾ 10-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെയാണ് ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് വേണ്ടത്, നമുക്ക് ഷൂട്ട് ചെയ്യാൻ അവൈലബിൾ ആക്കേണ്ടത്. അപ്പോൾ ആ ഡേറ്റ് ഏതൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് ഇത്തരം ഒരു സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ എഴുതി തയ്യാറാക്കിയ ഒരു കാര്യം, ഏതൊക്കെ ലൊക്കേഷനിൽ ഏതൊക്കെ ഡേറ്റിൽ ഏതൊക്കെ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കണം എന്ന് നമ്മൾ വളരെ പ്രൈമറി ആയിട്ട് ഇങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ ഒരു നിർദ്ദേശപ്രകാരം, ഈ ഒരു ഫയലിൻ്റെ കൂടെ നിർദ്ദേശപ്രകാരമായിരിക്കും ആർട്ടിസ്റ്റുകളെ ഇന്ന ഡേറ്റിന് വരണം, ഏത് സമയത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് ഇൻഫോം ചെയ്യുന്നതും. പിന്നെ ഇതിനകത്ത് ഏതൊക്കെ കോമ്പിനേഷൻ ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ ഒരു സീനിൽ തന്നെ നിരവധി ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കും. അപ്പോൾ ഇന്ന ദിവസം ഒരാർട്ടിസ്റ്റ് ഉണ്ടാവും, ഓരോ ദിവസം ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവും. ആ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് അനുസരിച്ചിട്ട് മറ്റുള്ള ആർട്ടിസ്റ്റുകളെ എങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനെ മുൻനിർത്തിയിട്ടാണ് ചെയ്യുന്നത്. അത് ലൊക്കേഷൻസ് ഇത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. അതായത് ഇപ്പോൾ ഈ ആർട്ടിസ്റ്റ് പങ്കെടുക്കുന്ന ഒരു ദിവസം ഇത് ഇവിടെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 18, 19, 20 എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഈ ലൊക്കേഷനിൽ 18-ാം തീയതി, അതായത് ഇപ്പോൾ ബംഗ്ലാവ് എന്നാണ് ഈ ലൊക്കേഷൻ എഴുതിയിരിക്കുന്നത്. ബംഗ്ലാവ് 18-ാം തീയതി ബംഗ്ലാവാണ് ലൊക്കേഷൻ. ബംഗ്ലാവിൽ വരുന്ന ആർട്ടിസ്റ്റുകളുടെ ആ കോളത്തിൽ ടിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും 18-ാം തീയതി ബംഗ്ലാവിൽ ഏതൊക്കെ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എളുപ്പം അത് ഈ ആൾക്കാരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും തിരക്കുള്ള ആൾക്കാരൊക്കെ നിരവധി ഉണ്ടാവും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരു കാര്യം മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഇത് സഹായമാണ്. ലൊക്കേഷനിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്വമുണ്ട് ഈ പശ്ചാത്തലത്തിലെ മൂവ്മെൻറ്റ്സ്. അത് ഡയറക്ടർ മിക്കവാറും ഈ മെയിൻ മൂവ്മെൻറ്റ്സും കാര്യങ്ങളിലും ഇതാക്കി ഇരിക്കുമ്പോൾ, ആമഗ്നായിട്ടിരിക്കുമ്പോൾ ഈ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടർ ആവണു, അയാൾ സംവിധായകനാകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സ്പാർക്കൊക്കെ ഏറ്റവും ആദ്യം കാണുന്ന ഒരു മേഖലയായിട്ട് വരെ അതിനെ പറയാം. നമ്മളൊരു മലയോര മേഖലയുടെ ഒരു കഥ പറയുകയാണെന്നിരിക്കട്ടെ, നമ്മൾ അങ്ങനെ ഒരു കഥ പറയുന്ന സമയത്ത് അവിടെയുള്ള ആളുകളുടെ ജീവിതം എന്തായിരിക്കും, അവരുടെ തൊഴിൽ എന്തായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കി അത്തരം ബാക്ക്ഗ്രൗണ്ട് പാസിങ്ങുകൾ ഏർപ്പെടുത്തുന്ന രീതികളൊക്കെ ഉണ്ട്. ഇത് ഒരു ജനറലായിട്ട് ഡയറക്ടറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ യുക്തിയിലാണ് അത് ശരിക്കും വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള കഥയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇത്തരം പാസിങ്ങുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെയും അസോസിയേറ്റിൻ്റെയും ജോലികളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ആഫ്റ്റർ ഷൂട്ടിംഗ് എന്താണ്? ആഫ്റ്റർ ഷൂട്ടിംഗ് ആദ്യത്തെ ഒരു പ്രധാന പടി എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഷോർട്ട് നമ്പർ ഉണ്ടാവും.
ആ ഷോട്ട് നമ്പർ അനുസരിച്ച് ക്ലാപ്പിൽ ആ നമ്പർ കൊടുത്തിട്ടുണ്ടോ? ആ നമ്പർ ആദ്യം ക്ലാപ്പിൽ കണ്ട ആ നമ്പർ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോ സീനിനും ഒരു വ്യക്തമായ ആ ഷോട്ടിൻ്റെ സംവിധായകൻ നിർദ്ദേശിച്ച ആ ഷോട്ട് ഓർഡറിലേക്ക് ആദ്യം തന്നെ മാറ്റും. അത് അസോസിയേറ്റ് ഡയറക്ടർ ഇരുന്നിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പ്, അതായത് ഷോട്ട് ഓർഡറിലുള്ള സാധനങ്ങൾ ആദ്യം തന്നെ ഒരു റഫ് കട്ട് ചെയ്ത് വെക്കും. മോസ്റ്റ് ഓൺലി ഈ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എഡിറ്ററിൻ്റെ കൂടെ ഇരിക്കുന്ന അസോസിയേറ്റ് ഡയറക്ടർ ആവും മിക്കപ്പോഴും. 90% അങ്ങനെയാണ്. അസോസിയേറ്റ് ഡയറക്ടർ വിൽ ബി പ്രസൻറ്റ്. കാരണം എഡിറ്റർ അത് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇഫ് ഡൗട്ട് അറൈസസ് ഇമീഡിയറ്റ്ലി പുള്ളിക്ക് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാൾ അസോസിയേറ്റ് ഡയറക്ടർ തന്നെയാണ്. സോ ദേ ക്യാൻ ഡിസ്കസ്. അപ്പം എങ്ങനെയായിരിക്കും, ഇപ്പം ഇപ്പോൾ ഡയറക്ടോറിയൽ പോയിന്റ്സ് പോലും ഇപ്പം അസോസിയേറ്റിന് പറയാൻ പറ്റും, ഇല്ല പുള്ളി ഇതാണ് ഉദ്ദേശിച്ചെടുത്തിരിക്കുന്നത് എന്നുമല്ലോ. എഡിറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഡബ്ബിങ് സമയത്തും ഇതുപോലെ ഈ ഷൂട്ടിംഗ് സമയത്തുള്ള പണികളുടെ വേറൊരു ആവർത്തനം ഉണ്ടാവില്ലേ, ഈ ഡയലോഗ് പഠിപ്പിക്കൽ? തീർച്ചയായിട്ടും. എന്ത് ടോയാ? നീ പാപ്പിച്ചതിൻ്റെ വെള്ളം കൂടി മുട്ടിക്കാൻ പോകുന്നു കേട്ടു. വീട്ടിൽ മീറ്റിക്ക് സ്കൂളിൽ വിളിച്ചു കൂട്ടി. വേണ്ട മോളെ വേണ്ട. പിന്നെ എഫക്ട്സ് വരും. ഡബ്ബിങ് എഫക്ട്സിലാണ് സാധാരണ ഡയറക്ടേഴ്സ് അധികം തിരിഞ്ഞു നോക്കാത്തത്. അത് അസോസിയേറ്റിന്റെ ചുമതലയിൽ പെടുന്ന ഒരു സാധനമാണ്. നോർമൽ വരുന്ന നേച്ചർ സൗണ്ടുകൾ അതൊന്നും ഡയറക്ടർ അത്ര ഇൻവോൾവ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമയം അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കേണ്ട കാര്യമില്ല. വേല പല തിരക്കുകളുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഡയറക്ടർ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇത് ഔട്ട് എടുത്ത് ഫൈനൽ മിക്സിങ്ങിന് വേണ്ടി. ഈ പ്രോസസ്സിന് ശേഷം സംഭവിക്കുന്നതാണ് മിക്സിങ്. എത്ര വർഷമായി അസോസിയേറ്റ് ഡയറക്ടറായിട്ട്? അസിസ്റ്റന്റ് ഡയറക്ടറായി ജോയിൻ ചെയ്തിട്ട് 2002 മീശ മാധവനായിരുന്നു ആദ്യം ഫിലിം. അപ്പം ഇനിയിപ്പോൾ സ്വതന്ത്രമായി സംവിധാനം ചെയ്യാൻ പോവുകയാണ്. അത് പറയേണ്ട കാര്യമാണ്. 9 വർഷമായി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. സാധാരണ ഡോക്ടർ ആവണമെങ്കിൽ 4 കൊല്ലം 5 കൊല്ലം മതി, എഞ്ചിനീയർ ആവണമെങ്കിൽ 5 കൊല്ലം മതി. ഞാനും 9 വർഷം അസിസ്റ്റന്റ് ഡയറക്ടർ ആയതിനു ശേഷമാണ് സംവിധായകനായത്. അപ്പോൾ ഏതായാലും ദീർഘകാല പരിചയം, എക്സ്പീരിയൻസും പുതിയ സംരംഭത്തിന് തുണയാവട്ടെ. ഓൾ ദ ബെസ്റ്റ്.